നമസ്കാരം, മഞ്ഞുരൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല. എറണാകുളം പുക്കാട്ടുപടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയാണ്. ഇത് നല്ലൊരു അത്യാവശ്യം ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇൻറ്റേർണൽ റോഡ് ഏകദേശം 5 മീറ്റർ വൈഡ് റോഡ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു വില്ലയാണ്. സോ നമുക്ക് ഈ ഒരു വില്ലയുടെ വിഷയങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീടാണ്. കാക്കനാട് എടപ്പള്ളി എന്നീ ലൊക്കേഷനിലേക്ക് ഒരു 10 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ വരുന്ന ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ല ആണ് വരുന്നത്. സോ നമുക്ക് വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരാം. ഞാനിപ്പോൾ ഈ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ള വിശാലമായ ഒരു മുറ്റം ഏരിയ സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഫ്ലോറിംഗ് കലപ്പക്കല്ലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്കിത് കൂടാതെ തന്നെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വലിയൊരു കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഈ വീടിൻ്റെ എൻ്റെ ഒരു കോമ്പൗണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയയും കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. മുറ്റം നമുക്ക് ഈ ഒരു സൈഡിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു മുറ്റം ഏരിയയും കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. തൊട്ടടുത്ത് ഈ കാണുന്ന ഒരു വലിയൊരു കിണറുമുണ്ട്. സോ വെള്ളത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. നമുക്ക് അടുത്ത വീടിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. ആദ്യമായി സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഒരു ഗ്രാനൈറ്റ് കൊണ്ട് ഫോർം ചെയ്തിരിക്കുന്ന ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉൾപ്പെടെയുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ ലിവിംഗ് ഏരിയ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈനുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസാണ് ഈ വീടിന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ നല്ലൊരു TV യൂണിറ്റ് ഏരിയ സെറ്റും അതുപോലെ തന്നെ നല്ലൊരു മനോഹരമായ സീലിംഗ് വർക്കും ഉൾപ്പെടെ നല്ലൊരു വ്യത്യസ്തമായ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം നല്ലൊരു കട്ടിംഗ് സ്പേസും കാര്യങ്ങളെല്ലാം നല്ലൊരു ആൻറ്റിക് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. നല്ലൊരു മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു സൈഡിലും ലഭിക്കുന്നു. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡൈനിങ് ഏരിയ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത് ഈ ഒരു സൈഡിലാണ്. നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള മനോഹരമായ ഡിസൈനുള്ള ഒരു വാഷ് ഏരിയ യൂണിറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. ഈ ലിവിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിവിടെ കിച്ചൺ കിട്ടുന്നത്. നല്ലൊരു മോഡുലാർ ഡിസൈനുള്ള മനോഹരമായ കിച്ചണാണ്. നല്ല കളർ കോമ്പിനേഷനുള്ള ഒരു മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന UPVC ഫിനിഷിങ്ങോട് കൂടിയുള്ള സ്റ്റോറേജുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള കിച്ചണാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചിമ്നി ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് കിട്ടുന്നത്. ആ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. വാർഡ്രോബ്, അറ്റാച്ച് ബാത്റൂം, സീലിംഗ് വർക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു വലിയൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. കൂടാതെ നമുക്കൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലും ലഭിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ ഒരു വലിയ വാർഡ്രോബ് കൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് ചേഞ്ചിങ് ഏരിയയും കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിൽ ലഭിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസാണ്. അതിവിശാലമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസാണ്. നമുക്ക് ഇവിടെ നല്ലൊരു TV യൂണിറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ സീലിംഗ് വർക്കുകളും അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്. എവിടെയാണ് ഹാൻഡ് റെയിലുകളാണെങ്കിൽ നല്ലൊരു തേക്കിൻ്റെ വുഡാണ് ഇത് നൽകിയിട്ടുള്ളത്. കൂടാതെ ഗ്ലാസ് കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു മെയിൻ ബെഡ്റൂം, നമുക്ക് ഈ ഒരു ഫ്ലോറിലെ മെയിൻ ബെഡ്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം, നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂം, വാർഡ്രോബ്, അറ്റാച്ച് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. താഴെ കണ്ട ആ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള വാർഡ്രോബ്, അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. അറ്റാച്ച് ബാത്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. നമ്മളൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. നമുക്കിവിടെ ഒരു വാട്ടർ ഫെസിലിറ്റിയും കൂടാതെ ഒരു കബേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ്. നമുക്കൊരു വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഒരു മനോഹരമായ ഒരു ഡിസൈൻ, കാരണം ഒട്ടും ഒരു സ്പേസ് കളയാതെ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സെക്ഷനിലേക്ക് പോകാം. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് കളയാതെ തന്നെ നല്ലൊരു ബാൽക്കണി ഏരിയ സ്പേസാണ്. ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ സീലിംഗ് വർക്കുകളെല്ലാം വളരെ എലഗൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് സീലിംഗ് വർക്കുകളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 2100 സ്ക്വയർ ഫീറ്റ് 4.600 സെൻറ്റ് പ്ലോട്ടിൽ 4 BHKയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളത്തിൻ്റെ പ്രീമിയം ലൊക്കേഷനായ കാക്കനാട്, അതുപോലെ തന്നെ എടപ്പള്ളി എന്നീ ലൊക്കേഷനെല്ലാം വളരെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പുക്കാട്ടുപടി എന്ന ലൊക്കേഷനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ഏകദേശം ഒരു 57 ലക്ഷം രൂപ മുതലുള്ള ഒത്തിരി വീടുകൾ നമുക്ക് ഈ ഒരു വില്ലയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ വില്ലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹോം ലോൺ ഫെസിലിറ്റി നമ്മൾ ഇതിനൊരുക്കുന്നതാണ്. സോ വിസിറ്റേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.